ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് DB ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആംബിയറുള്ള MCB അതുപോലെ തന്നെ RCCB ഐസൊലേറ്റർ ഇതൊക്കെയാണ് കൊടുക്കണം ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ മെയിനായിട്ട് 3 ഫേസ് എന്ന് പറയുന്നത് 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 100 ആംബിയറിൻ്റെ ഐസൊലേറ്റർ ആയതുകൊണ്ടാണ് 100 ആംബിയറിൻ്റെ വെച്ചിരിക്കുന്നത്. നമുക്ക് നോർമലി ലെവൽ 63 ആംസിൻ്റെ മതിയാവും. 3 ഫേസ് ആകുമ്പോൾ 63 ആംസിൻ്റെ മതിയാവും. അതുപോലെ തന്നെ RCCB ആണെങ്കിൽ 61 ആംസിൻ്റെ വരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് വെച്ചാൽ സെലക്ടറുകളാണ്. അതായത് 3 ഫേസും ന്യൂട്രും വരുന്നത് നേരെ ഔട്ട് വരുന്നത് RCCBയുടെ ഔട്ട് വരുന്നത് നേരെ സെലക്ടറുകളിലേക്കാണ്. 3 ഫേസും എല്ലാ സെലക്ടറിലേക്കും കയറുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. എല്ലാം സെലക്ഷൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാ ഫേസും, അതായത് 3 ഫേസും 3 ഫേസും 3 കണക്ഷൻ വരുന്നത് RYB എന്ന് പറയുന്ന 3 മാർക്കിങ് കാണാൻ സാധിക്കേണ്ട RYB അതുപോലെ ന്യൂട്രും വരുന്നുണ്ട്. ഇത് 4 പോൾ ഐസൊലേറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 4 പോൾ ഐസൊലേറ്റർ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും താഴെയാണ് നമ്മൾ മീറ്ററിൽ നിന്ന് വരുന്ന എല്ലാ ഫേസും അതുപോലെ തന്നെ ന്യൂട്രും വരുന്നത്. അതിൽ നിന്ന് നേരെ ഔട്ട് മുകളിലേക്ക് വരുന്നു. അതിൽ നിന്ന് നേരെ വന്നതിന് RCCBയുടെ താഴെയാണ് ഈ പറയുന്ന RYB പിന്നെ ന്യൂട്രും കൂടി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ പുഷ് ബട്ടൺ കണ്ട, ആ പുഷ് ബട്ടൺ കാണുന്നത് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. മന്ത്ലി നമ്മൾ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രിപ്പ് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ബ്ലോക്കിങ്, അതായത് ആ സ്വിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ട്രിപ്പിങ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന RCCBയുടെ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ജാമായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് അതിൻ്റെ ബട്ടൺ വരുന്നത്, RCCBയുടെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഐസൊലേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ട, ഐസൊലേറ്റർ ജസ്റ്റ് എല്ലാത്തിനും കൂടിയിട്ട് 3 ഫേസും ഒരു ന്യൂട്രും കൂടിയിട്ട് ഒന്നിച്ചുള്ള ഒറ്റ ഷാഫ്റ്റാണ് കണ്ടത്. എന്നാൽ RCCBയിൽ കണ്ട ഒറ്റ ഇതാണ് വരുന്നത്, ഒറ്റ ബട്ടൺ മാത്രമാണ് വരുന്നത്. ഇതാണ് നമ്മൾ ട്രിപ്പ് ആവുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ട്രിപ്പ് ആവുന്നത് ഈ പറയുന്ന ചെറിയ ആ വലിയ ബട്ടനും പിന്നെ ചെറുത് മന്ത്ലി ടെസ്റ്റ് അടിക്കുന്ന ബട്ടണുമാണ്. ഇനി ഇതിൻ്റെ ഔട്ട്, RCCBയുടെ ഔട്ട് 3 ഫേസും ന്യൂട്രും വന്നതിന് ശേഷം നേരെ 3 സെലക്ടറുകളിലേക്കാണ് കയറുന്നത്. 3 സെലക്ടറിലേക്ക് കയറിയതിന് ശേഷം ന്യൂട്രും ഇതുപോലെ തന്നെ കോമൺ ലെവലിലേക്കുള്ള ബാറിലേക്കാണ്, ന്യൂട്രൽ ബാറിലേക്കാണ് വരുന്നത്. അതിൽ നിന്നും ഈ പറയുന്ന ഓരോ സെലക്ഷനിലും വന്നിരിക്കുന്ന ഫേസുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് MCBകളുടെ സെപ്പറേറ്റ് സെക്ഷനുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ 3 ഫേസ് കണക്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരു 63 ആംസിൻ്റെ ഐസൊലേറ്റർ ഇവിടെ നമ്മൾ പറഞ്ഞു 63 പകരമായിട്ട് 100 ഇവിടെ വെച്ചിരിക്കുന്നതെന്ന്. അതാണ് നമുക്കത് കിട്ടിയത്, അതുകൊണ്ടാണ് 100 വെച്ചത്. ഇനി അത് മാറ്റി നമ്മൾ 61 ആക്കും. ഇനി അതിനുശേഷം RCCB വരുന്നത് 61 ആംസിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 30 മില്ലി ആംപിയറാണ് എർത്ത് ലീക്കേജ് കറണ്ട് നമ്മൾ അതിൽ കട്ടാവുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് 3 ഫേസ് DBയുടെ ഐസൊലേറ്ററും RCCBയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പിന്നെ സെലക്ടറിലേക്ക് പോകുന്ന ഫേസിനെ കുറിച്ചിട്ടും നിങ്ങൾ വ്യക്തമായത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait.